ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൻ്റെ പേര് ക്ലാസ് 6 ചാപ്റ്റർ നമ്പർ 1 വാട്ട് വർ ഹൗ ആൻഡ് വെൻ. എവിടെ, എന്ത്, എവിടെ, ഹൗ എങ്ങനെ, വെൻ എപ്പോൾ. ഈ ഒരു 4 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ഏൻഷ്യൻ ഹിസ്റ്ററിയാണ്. മീൻസ് പണ്ട് കാലത്തുണ്ടായ ഹിസ്റ്ററി എങ്ങനെയാണ്, ഫോർമേഷൻ, സിവിലൈസേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസ്ഡ് ഓൺ ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലെസണും കൂടിയാണിത്. ഓക്കെ, സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് വർ, ഹൗ ആൻഡ് വെൻ. ഓക്കെ, Rashida sat reading the newspaper. Suddenly, her eyes fell on a small heading. 100 years ago. How? She wondered. Could anyone know what happened so many years ago? അപ്പോൾ റഷീദ ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആർട്ടിക്കിൾ, ഒരു ഹെഡ്ലൈൻ കണ്ണിൽപ്പെട്ടു. അതിലെന്താണ് എഴുതിയിരുന്നത്? 100 years ago. 100 years ago. അപ്പോൾ ഒന്ന് ആലോചിച്ചു, എന്താണ് ഈ 100 years ago സംഭവിച്ചത് എന്ന് അവൾ ആലോചിച്ചു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്, എങ്ങനത്തെ മെത്തേഡ്സിലൂടെയാണെന്നാണ് റഷീദ് ചിന്തിക്കുന്നത്. ഓക്കെ, ഫൈൻഡിങ് ഔട്ട് വാട്ട് ഹാപ്പൻഡ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് വഴിയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്, അല്ലേ? റേഡിയോസ്, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, TV ഒക്കെ വഴിയാണ് ഇപ്പോൾ നമ്മൾ പ്രസൻ്റ് എന്താണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ അറിയുന്നത് ഇതേപോലത്തെ മീഡിയാസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്റ്റിനെ പറ്റി എങ്ങനെ അറിയും? ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇത് പ്രസൻ്റ് ആണ് ആക്ച്വലി. ഓക്കെ, പ്രസൻറ്റ് കാര്യമാണ് പറയുന്നത്. ഇനി പാസ്റ്റിനെ പറ്റി നമ്മൾ എങ്ങനെ അറിയും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പാസ്റ്റ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പാസ്റ്റിനെ പറ്റി എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കാം പാസ്റ്റിനെ പറ്റി അറിയാനുള്ള വഴികൾ. There are several things we can find out. What people eat, what kind of clothes they wear, what houses they lived in. We can find about the lives of hunters, herders, farmers, rulers, merchants, priests, craftspersons, artists, and musicians, scientists. We can also find out about the games the children played, the stories they heard, the plays they saw, the songs they sang. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പാസ്റ്റിനെ പറ്റി അറിയുന്നത്. എന്ത് ഭക്ഷണമാണ് അവർ കഴിച്ചത്, എന്ത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് അവർ ധരിച്ചത്, എന്ത് ടൈപ്പ് ഓഫ് ഹൗസിലാണ് അവർ ജീവിച്ചത്, അതുപോലെ തന്നെ ഹണ്ടേഴ്സ് എങ്ങനെ ജീവിച്ചത്, ഹേർഡേഴ്സ് എങ്ങനെയാണ്, റൂളേഴ്സ് എങ്ങനെയായിരുന്നു, മെർച്ചൻറ്റ്, പ്രീസ്റ്റ്, സയൻറ്റിസ്റ്റ്, അതുപോലുള്ള ആളുകളൊക്കെ. അതേപോലെ പണ്ടത്തെ കുട്ടികൾ എന്ത് ഗെയിംസാണ് കളിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെ സ്റ്റോറീസാണ് അവർ കേട്ടത്, ഏതൊക്കെ നാടകങ്ങളാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പാട്ടുകളാണ് അവർ പാടിയത്. ഇതിനൊക്കെ ഉള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടുള്ളൂ? നമ്മൾ പാസ്റ്റ് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, വേർ ഡിഡ് ദ പീപ്പിൾ ലീവ്. എവിടെയാണ് ഈ ആളുകളൊക്കെ ജീവിച്ചത്? ഓക്കെ, അതാണ് അടുത്ത ടോപ്പിക്ക്. ദ പീപ്പിൾ ദ ലീവ്ഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് സെവറൽ റിവേഴ്സ് 100,000 years. എവിടെയാണ് അവർ ജീവിച്ചത്? ബാങ്ക് ഓഫ് റിവേഴ്സ്, നദികളുടെ തീരങ്ങളിൽ. സം ഓഫ് ദ ഏർലിയസ്റ്റ് പീപ്പിൾ ഹു ലീവ്ഡ് വർ സ്കിൽഡ് ഗ്യാദേഴ്സ്. പണ്ടത്തെ ആൾക്കാർ എന്തായിരുന്നു? സ്കിൽഡ് ഗ്യാദേഴ്സ്. ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോളേ. ദ പീപ്പിൾ ഹു ഗ്യാദർ ദർ ഫുഡ്. എന്താണ് സ്കിൽഡ് ഗ്യാദേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദ പീപ്പിൾ ഹു ഗ്യാദർ ദർ ഫുഡ്. ദേ ന്യൂ അബൌട്ട് ദ വാസ്റ്റ് വെൽത്ത് ഓഫ് ദ പ്ലാനറ്റ് ഇൻ ദ സറൗണ്ടിങ് ഫോറസ്റ്റ് ആൻഡ് കളക്ട് റൂട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഫോർ ദെയർ ഫുഡ്. ദേ ഓൾസോ ഹണ്ടഡ് ആനിമൽസ്. അപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ ചുറ്റുമുള്ള എവിടെയൊക്കെ ഫോറസ്റ്റിൽ എന്തൊക്കെ കളക്ട് ചെയ്യാനുള്ള റൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് എന്നൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ടാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Found out the Suleiman and Kirtar hills. സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് അവിടെ നമുക്ക് നോക്കാം മാപ്പിൽ. സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് വരുന്നത് ഓക്കെ ഈ ഒരു റീജിയനിലാണ്. സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. കണ്ടോ, സുലൈമാൻ, കിർത്താർ ആൻഡ് സുലൈമാൻ റേഞ്ച്. ഓക്കെ, സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ് ടു ദ നോർത്ത് വെസ്റ്റ്. ഏത് റീജിയനിലാണ്? നമ്മുടെ ഇന്ത്യ എടുക്കണമെങ്കിൽ നമുക്ക് മാപ്പ് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് ഹിയർ വെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ ഇത്. അപ്പോൾ ഈ ഒരു റീജിയനിലാണ് നമ്മൾ കണ്ടത് എന്ത്? സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്. അപ്പോൾ ഈ റീജിയൻ ഏതാണ്? നോർത്ത് വെസ്റ്റ്. അപ്പോൾ ഇതാണ് നോർത്ത് വെസ്റ്റ് റീജിയൻ. ഓക്കെ, നോർത്ത് വെസ്റ്റ് റീജിയൻ അതാണ്. ഇനി some of the area that were women and men first began to grow crops such as wheat and barley about 8,000 years ago are located here. അപ്പോൾ ഈ ഏരിയാസിലാണ് പണ്ട് മനുഷ്യർ കൃഷി ചെയ്ത സ്ഥലങ്ങൾ. മെൻ ആൻഡ് വുമൻ ഫസ്റ്റ് ഗ്രോ ചെയ്ത് എന്തൊക്കെയാണ്? വീറ്റ് ആൻഡ് ബാർലി. പീപ്പിൾ also begin rearing animals. പശുക്കളെ
ചെയ്യാൻ തുടങ്ങി. ഏതൊക്കെ അനിമൽസിനാണ്? ഷീപ്പ്, ഗോട്ട്, കാറ്റൽസ്. അതുപോലെ തന്നെ ലിവ്ഡ് ഇൻ വില്ലേജസ്, കൂട്ടമായിട്ട് വില്ലേജസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ലൊക്കേറ്റ് ദ ഗാരോ ഹിൽസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. ഗാരോ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലായിരിക്കും? നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈസ്റ്റേൺ സൈഡിലാണ്. ഇവിടെയാണ് ഗാരോ ഹിൽസ് വരുന്നത്. ആൻഡ് വിദ്യാസ് ഇൻ ദ സെൻറ്റർ. വിദ്യാസ് വരുന്നത് ഇവിടെ ഈ മാപ്പിൽ ഇവിടെ കാണാം. വിദ്യാസ് ഇതാണ് സുലൈമാൻ അൽക്കിർത്താർ, വിദ്യാസ് ആൻഡ് ഗാരോ ഹിൽസ്. ദീസ് ആർ സം ഓഫ് ദ ഏരിയാസ് വെർ അഗ്രികൾച്ചർ ഫസ്റ്റ് സ്റ്റാർട്ടഡ്. കൃഷി, അഗ്രികൾച്ചർ ആദ്യമായിട്ട് നടന്ന കുറച്ച് ഏരിയാസാണ് ഇപ്പോൾ കാണിച്ചത്. ഓക്കെ, അഗ്രികൾച്ചർ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ദ പ്ലേസസ് വേർ ദ റൈസ് വാസ് ഫസ്റ്റ് ഗ്രോൺ ഇൻ ദ നോർത്ത് ഓഫ് വിദ്യാസ്. ആദ്യമായിട്ട് റൈസ് ഗ്രോ ചെയ്തത് എവിടെയാണ്? വിദ്യാസിൻ്റെ സൈഡിലാണ്, നോർത്ത് ഓഫ് വിദ്യാസ്. ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. റിവർ ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിബ്യൂട്ടറീസ് ആർ ദ സ്മോളർ റിവർ ദാറ്റ് ഫ്ലോ ഇൻ ടു എ ലാർജ് റിവർ. ഒരു ബിഗ് റിവർ വരും, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല പല റിവേഴ്സായിട്ട് മാറും. അതിനെ എന്ത് വിളിക്കുന്നത്? ട്രിബ്യൂട്ടറീസ്. ഈ റിവേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രിബ്യൂട്ടറീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി about 4700 years ago some of the earliest cities flourished on the bank of this rivers. അപ്പം 4700 വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് സിറ്റികൾ ഈ റിവേഴ്സിൻ്റെ ബാങ്കിലാണ് ഫോം ചെയ്തത്. ലേറ്റർ about 2000 years ago cities developed. ആദ്യം അതിനുശേഷം എന്ത് ചെയ്തു? സിറ്റീസ് ഡെവലപ്ഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതിനുശേഷം ഗംഗയുടെ തീരങ്ങളിലും ഇതേപോലുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഇനി ലൊക്കേറ്റ് ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറി കോൾഡ് സൺ. ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയുടെ പേരാണ് സൺ എന്ന് പറയുന്നത്. ഓക്കെ, in the ancient times the area around the river in the south of the Ganga was known as Magadha. Important ആയിട്ടുള്ള കാര്യമാണ് Magadha. Okay, Magadha. Just Magadha. Its rulers were very powerful and set up a large kingdom. ഒരു വലിയ കിങ്ഡം തന്നെ ഉണ്ടായിരുന്നു. The kingdom were set up in the other parts of the country. ഇതിനുശേഷം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും എന്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു? കിങ്ഡംസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻഡസ് ദേ ഇവിടെ കാണുന്നതാണ് ഇൻഡസ്. ഗംഗ ദേ ഇവിടെ ഉണ്ട്. അതിൻ്റെ ട്രിബ്യൂട്ടറി സൺ ദേ ഇവിടെ കാണുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാനുള്ള വേറൊരു ടേം എന്ന് പറയുന്നത് നേരത്തെ കണ്ട സുലൈമാൻ കിർത്താർ. ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ഉണ്ട് ജഹലം, ചെനാബ്, രവി, ബീസ്, സത്ലജ്. ഇതൊക്കെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഗാരോ ഹിൽസ്, ഗംഗ ഒരു വലിയ റിവറാണ്. വിദ്യാസ് നമ്മൾ കണ്ടതാണ്. വിദ്യാസ്. മഗധ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സൗത്ത് ഓഫ് ദ ഏത് പ്ലേസ് ആണ് മഗധ എന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നത്? സൗത്ത് ഓഫ് ഗംഗയുടെ സൗത്ത് റീജിയനാണ് മഗധ. മീൻസ് ഈ ഒരു ഏരിയാസ് ആയിട്ട് വരും. ഗംഗയുടെ സൗത്ത് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് മഗധ ഉണ്ടായിരുന്നത്. ഓക്കെ, മഗധ ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടായത്. സൗത്ത് ഓഫ് ഗംഗ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. Throughout the people traveled from one part of the subcontinent to another. Hills and high mountains including Himalayas, desert, rivers and sea made journey dangerous at times. അപ്പോൾ journey dangerous ആയിരുന്നു. എന്തുകൊണ്ടാണ്? But never impossible. So men and women moved around in search of livelihood. ഫസ്റ്റ് പോയിന്റ് ആണ് അവരെന്തിനാണ് ട്രാവൽ ചെയ്ത് നടന്നത് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആണ് search of livelihood. ഓക്കെ, അടുത്ത കാര്യമാണ് ഓൾസോ ടു എസ്കേപ്പ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, ഡ്രൗട്ട്, വരൾച്ച, അതേപോലെ തന്നെ ഫ്ലഡ്, വെള്ളപ്പൊക്കം, ഇതിലൊക്കെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സംടൈംസ് മെൻസ് മാർച്ച്ഡ് ആർമീസ് കോൺകറിങ് അതർ ലൈൻസ്. മറ്റ് സ്ഥലങ്ങൾ കീഴ്പ്പെടുത്താൻ മെർച്ചൻസ് ട്രാവൽഡ് എന്തിനാണ്? വിത്ത് കാരവൻസ് ഓർ ഷിപ്സ് ക്യാരിങ് വാല്യൂബിൾസ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. വാല്യൂബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അതേപോലെ റിലീജിയസ് ടീച്ചേഴ്സ് എന്തിനാണ് ട്രാവൽ ചെയ്തത്? ഫോർ അഡ്വൈസിങ്. അവർ കാണുന്ന വഴിയൊക്കെ അഡ്വൈസ് ചെയ്യും ആളുകളൊക്കെ. അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഫൈനലി സം പീപ്പിൾ ട്രാവൽ ഫോർ ഒരു സ്പിരിറ്റ് ഓഫ് അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് ആളുകൾ ട്രാവൽ ചെയ്യും അല്ലേ? വാണ്ടിങ് ടു ഡിസ്കവർ ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസസ്. ട്രാവലിംഗ് വഴി പല സ്ഥലങ്ങൾ കാണുക, അതേപോലെ തന്നെ പല അഡ്വഞ്ചറിൽ ഇൻവോൾവ് ആവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സെർച്ച് ഓഫ് ലിവ്ലിഹുഡ്. സെക്കൻഡ് വൺ എസ്കേപ്പ് ഫ്രം നാച്ചുറൽ കലാമിറ്റീസ്, എസ്കേപ്പ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ് ആൻഡ് ഡ്രൗട്ട്. അതുപോലെ തന്നെ കോൺകറിങ് അതർ ലാൻഡ്. പിന്നെ എന്തിനാണ്? ക്യാരിയിങ് വാല്യുബിൾ ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അഡ്വൈസിങ് പീപ്പിൾ, അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ആൻ അഡ്വഞ്ചർ. ഈ വക കാര്യങ്ങൾക്കാണ് അവർ ട്രാവൽ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇപ്പം ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ കച്ചവടത്തിനായിട്ട് ട്രാവൽ ചെയ്യും. അതുപോലെ ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ ട്രാവൽ ചെയ്യും. ഹിൽസ്, മൗണ്ടെയിൻസ് ആൻഡ് സീസ് ഫോം ദ നാച്ചുറൽ ഫ്രണ്ടിയർ ഓഫ് ദ സബ് കോണ്ടിനെന്റ്. വൈൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്രോസ് ദീസ് ഫ്രണ്ടിയേഴ്സ്, ദോസ് ഹു വാണ്ട് കുഡ് ആൻഡ് ഡിഡ് സ്കെയിൽ ദ മൗണ്ടെയിൻസ് ക്രോസ് ദ സീ. People from
across the frontiers also came into the subcontinent and settled here. അപ്പോൾ നമ്മുടെ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ എന്താണ് മൗണ്ടെയിൻസ് ആണ് അല്ലേ, ഹൈ ബിഗ് മൗണ്ടെയിൻസ് ആണ്. ഈ മൗണ്ടെയിൻസ് നമുക്ക് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ബേസിക്കലി നമുക്ക് നിൽക്കുന്നത് അല്ലേ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ക്ലൈമറ്റുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഹിമാലയാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മൗണ്ടെയിൻസിൻ്റെ അപ്പുറങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ധാരാളം സെറ്റിൽമെൻറ്റ്സും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, next one, these movement of people enriches our cultural traditions. People have shared new way of carving stone, composing music and even cooking food over several hundred years ago. അപ്പോൾ ഇവർ വന്നതോടുകൂടി നമുക്കും ധാരാളം ചേഞ്ചസ് വന്നു. നമ്മുടെ ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിലും ധാരാളം ചേഞ്ചസ് വന്നു. ന്യൂ വേസ് ഓഫ് കാർവിങ് സ്റ്റോൺ, കമ്പോസിങ് മ്യൂസിക്, കുക്കിംഗ് ഫുഡൊക്കെ പല രീതികളും നമ്മളും മാറ്റി. ഓക്കെ, ഇനി നെയിം ഓഫ് ലാൻഡ്. നമ്മുടെ ഇന്ത്യനെ നമുക്ക് 2 പേര് വിളിക്കും. ഫസ്റ്റ് നെയിമാണ് ഇന്ത്യ എന്നും വിളിക്കും, ഭാരത് എന്നും വിളിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇന്ത്യ എന്ന പേര് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം. ഇന്ത്യ എന്ന പേര് വന്നത് comes from the word Indus, called Sindhu in Sanskrit. Indus എന്ന് പറയുന്ന വേർഡ്, ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധുവിനെയാണ് ഇൻഡസ് എന്ന് വിളിക്കുന്നത് ഇൻ സാൻസ്ക്രിറ്റിൽ. ഓക്കെ, the Iranians, Greek who came to the northwest about 2500 years ago were familiar with Indus and called us Hindos or Indos. ഓക്കെ, അപ്പോൾ ഇറാനിയൻസും ഗ്രീക്സും ഏത് വഴി വന്നത്? നോർത്ത് ഈസ്റ്റ് വഴി, നോർത്ത് വെസ്റ്റ് റീജിയനിൽ കൂടി വന്ന ഇറാനിയൻസ് ഒക്കെ നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നു? ഇൻഡോസ് ഓർ ഹിന്ദോസ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നിട്ടാണ് ഇന്ത്യ എന്ന വേർഡ് ഉണ്ടായത്. ഓക്കെ, ഇന്ത്യ. ഇനി ഭാരത് എന്ന് പറയുന്ന നെയിം വാസ് യൂസ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലീഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഹു ആർ മെൻഷൻഡ് ഇൻ ദ ഋഗ്വേദ. ഋഗ്വേദയിൽ പറയുന്ന കുറച്ച് ടൈപ്പ് ഓഫ് പീപ്പിൾ, ഏർലിയർ കമ്പോസിഷൻ ഓഫ് സാൻസ്ക്രിറ്റ്, അതിൽ പറയുന്ന ഒരു ഋഗ്വേദ ഹു മെൻഷൻഡ് ഇൻ ദ ഋഗ്വേദ, അതുവഴിയാണ് ഭാരത് എന്നുള്ള നെയിമും വന്നത്. ഓക്കെ, about the past. There are several ways to find about the past. ധാരാളം വഴികളുണ്ട് പാസ്റ്റിനെ പറ്റി നമുക്കറിയാം. One in search of reading books that were written long ago. അപ്പോൾ ധാരാളം വഴികളുള്ളതിൽ ഒരു വഴി എന്താണ്? മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ റിട്ടേൺ ബൈ ഹാൻഡ്. കൈ വെച്ചെഴുതുന്ന ഇതേപോലുള്ള ലിപികളൊക്കെയാണ് എന്ത്? മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ലാറ്റിൻ വേർഡ് മാനു മീനിങ് എന്താണ്? ഹാൻഡ് എന്നാണ് മീനിങ്. ദേ വർ യൂഷ്വലി റിട്ടേൺ ഓൺ പാം ലീഫ് ഓർ സ്പെഷ്യലി പ്രിപ്പയർഡ് ബാർക്ക് ഓഫ് ട്രീ നോൺ എസ് ബ്രിഡ്ജ്. ഒരു മരത്തിൻ്റെ തൊലി, അതാണ് ബാർക്ക്, അതിനാണ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഇസ് ഗ്രോൺ ഇൻ ഹിമാലയയിലുള്ളൊരു ട്രീയുടെ തൊലി, ഒരു ട്രീനെയാണ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഓവർ ദി ഇയേഴ്സ് മെനി മാനുസ്ക്രിപ്റ്റ്സ് വർ ഈറ്റേൺ അവേ ബൈ ഇൻസെക്ട്സ് ആൻഡ് സം വർ ഡിസ്ട്രോയ്ഡ്. ബട്ട് മെനി എന്ത് ചെയ്തു? അതിൽ നിന്നൊക്കെ റെസിസ്റ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. ആ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന മാനുസ്ക്രിപ്റ്റ്സ് വെച്ചാണ് നമ്മൾ പിന്നെയും പാസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചത്. ഹാഡ് സർവൈവ്ഡ് ആൻഡ് ഓഫൻ പ്രിസർവ്ഡ് ഇൻ ടെമ്പിൾസ്. എവിടെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്? ടെമ്പിൾസിലും മൊണാസ്ട്രീസിലും ഒക്കെ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, ദീസ് ബുക്സ് ഡെൽസ് വിത്ത് ഓൾ കൈൻഡ് ഓഫ് സബ്ജക്ട്സ്. എല്ലാ തരത്തിലുള്ള സബ്ജക്ട്സും അതിൽ ഡീൽ ചെയ്യും. റിലീജിയസ് ബിലീഫ്സ്, ലീവ്സ് ഓഫ് കിങ്, മെഡിസിൻ, സയൻസ്, ഇവ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യും. ബിസൈഡ് ദെയർ വർ എപ്പിക്സ് ഉണ്ടായി, പോയിംസ്, പ്ലേസ്. മെനി വർ റിട്ടേൺ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് അനദർ ഇൻ പ്രാകൃതി, ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ഓർഡിനറി പീപ്പിൾ. അപ്പോൾ ഏതൊക്കെ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്? സാൻസ്കൃതിൽ എഴുതിയിട്ടുണ്ട്, പ്രാകൃതത്തിൽ എഴുതിയിട്ടുണ്ട്, തമിഴിലും എഴുതിയിട്ടുണ്ട്. ഈ പ്രാകൃതം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ദ ലാംഗ്വേജ് യൂസ്ഡ് ബൈ ദ ഓർഡിനറി പീപ്പിൾ. സാധാരണ ജനങ്ങൾ യൂസ് ചെയ്ത ഭാഷയാണ് പ്രാകൃത്. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ റിട്ടേൺ റിലേറ്റീവ്ലി ഓൺ ഹാർഡ് സർഫസ് സച്ച് എസ് സ്റ്റോൺ ഓർ മെറ്റൽ. സ്റ്റോൺ അല്ലെങ്കിൽ മെറ്റൽ പോലുള്ള ഹാർഡ് സർഫസിൽ എഴുതുന്നതാണ് എന്ത്? ഇൻസ്ക്രിപ്ഷൻ. സം കിങ് ഗോട്ട് ദെയർ ഓർഡേഴ്സ് ഇൻസ്ക്രൈബ്ഡ് so the people could see them and obey them. There are other kings of inscription as well where men and women recorded what they did. അപ്പോൾ അവർ ജീവിതകാലത്തിൽ എന്തൊക്കെ ചെയ്തു, നമ്മളിപ്പോൾ സാധാരണ ഡയറി എഴുതുന്ന പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ അവർ എന്തിൽ ചെയ്തു? ഈ സ്റ്റോൺസിലൊക്കെ കൊത്തും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? രാജാവിൻ്റെ ഓർഡേഴ്സ് ഒക്കെ എഴുതിയിട്ട് വായിക്കുന്നത് ഏതിലാണ്? ഈ ഇൻസ്ക്രിപ്ഷൻസിൽ എഴുതി കൊണ്ടുവന്നിട്ടാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നൊരു ഓൾഡ് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇനി there were many other things that were made used in past. Those who study about the objects in past are known as what? Archaeologists. Okay, archaeologists എന്നാണ് അവർ വിളിക്കുന്നത്. They study the remaining building parts made of stone and brick, paintings, sculptures ഇതിനൊക്കെ പറ്റി അവർ പഠിക്കും. They also explore and excavate to find tools, weapons, pots, pans, ornaments and coins. ഇതൊക്കെ എന്ത് ചെയ്യും? കുഴിച്ചിട്ട് കണ്ടുപിടിക്കും. Some of these objects may be made of stone,
bone, baked clay or metal. Objects that were made on hard or impressive surface usually survived for a long time. അപ്പോൾ മാനുസ്ക്രിപ്റ്റ്സ് എന്താണ് പെട്ടെന്ന് നശിച്ചു പോകാൻ കാരണം? മാനുസ്ക്രിപ്റ്റ്സ് മെയിൻലി ബാർക്കിലൊക്കെ എഴുതണോണ്ട് ഇതുപോലെ വല്ല ഇൻസെക്ട്സ് ഒക്കെ കടിച്ച് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റോൺ പോലുള്ള ഹാർഡ് സർഫസിൽ എഴുതുമ്പോൾ അത് കൂടുതൽ കാലം നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് പണ്ട് കാലത്തുനിന്ന് കണ്ടുപിടിച്ച എന്താണ് എക്സ്കാവേറ്റുകാലത്ത് കണ്ടുപിടിച്ച ഓരോ സംഭവങ്ങളാണ്. പോട്ട്, കോയിൻസ്, അതൊക്കെ. ഓക്കെ, archaeologists also look for bones of animals, birds, fishes, find out what they eat in the past. അപ്പോൾ ഇതുപോലുള്ള ബോൺസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും, ബോൺസ് ഓഫ് ആനിമൽസ്, ഫിഷിൽ നിന്നൊക്കെ അവർ വാട്ട് പീപ്പിൾ ഈറ്റ് ഇൻ ദ പാസ്റ്റ്, പണ്ട് എന്താ കഴിച്ചെന്നുള്ള കാര്യം മനസ്സിലാവും. അതേപോലെ തന്നെ പ്ലാന്റ് റിമൈൻ സർവൈവ് ഫാർ മോർ റെയർലി. ഇഫ് സീഡ്സ് ഓഫ് ഗ്രീൻ പീസ് ഹാവ് ബീൻ ബേൺഡ് ദേ സർവൈവ്ഡ് ഓൺ ദ ചാരഡ് ഫോം ഇൻ ദ ചാരഡ് ഫോം. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് യൂസ് ചെയ്ത പ്ലാന്റ്സിൻ്റെ റിമൈനിങ്സ് ഒക്കെ ധാരാളം കാലം നിലനിൽക്കും. ഓക്കെ, സീഡ്സ് ഒക്കെ, അതുപോലെ തന്നെ പീസസ് ഓഫ് വുഡ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. അതൊക്കെ ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിക്കും. അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പല ടെസ്റ്റിലൂടെയും ഒക്കെ അവരത് കണ്ടുപിടിക്കും. ഓക്കെ, ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ്റ്റോറിയൻസ് ആർ ദ സ്കോളേഴ്സ് ഹു സ്റ്റഡി അബൌട്ട് ദ പാസ്റ്റ്. അവർ പഠിക്കുന്ന ആൾ, ഹു സ്റ്റഡി ദ പാസ്റ്റ്. ദ വേർഡ് സോഴ്സ് റെഫർ ടു ഇൻഫോർമേഷൻ ഫൗണ്ട് ഫ്രം മാനുസ്ക്രിപ്റ്റ്സ്, ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ആർക്കിയോളജി. ഓക്കെ, അപ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ആർക്കിയോളജി. പല സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണോ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് അതൊരു സോഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ നിന്ന്, ഗൂഗിളിൽ നിന്ന് ഇൻഫോർമേഷൻ എടുക്കുമ്പോൾ നമ്മുടെ സോഴ്സ് ഇതാണ്. നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണ് ആൻസർ കണ്ടുപിടിച്ചത്? ഗൂഗിൾ. അപ്പോൾ അതാണ് സോഴ്സ്. അപ്പോൾ പണ്ട് കാലത്ത് ഇൻഫോർമേഷൻ ഏതിൽ നിന്നാണ് കണ്ടുപിടിച്ചത്? മാനുസ്ക്രിപ്റ്റ്സോ ഇൻസ്ക്രിപ്ഷൻസോ അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ റിപ്പോർട്ട്സോ വഴിയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ സോഴ്സ് ഏതാണ്? ഈ റിപ്പോർട്ട്സും മാനുസ്ക്രിപ്റ്റ്സും ഇൻസ്ക്രിപ്ഷൻസും ഒക്കെയാണ്. ഓക്കെ, വൺ സോഴ്സ് ആർ ഫൗണ്ട് ലേണിംഗ് അബൌട്ട് ദ പാസ്റ്റ് ബിക്കം ആൻ അഡ്വഞ്ചർ. ആക്ച്വലി അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കരിയറാണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് റീകൺസ്ട്രക്ട് ഇറ്റ് ബൈ ബിറ്റ്. സോ ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ആർ ലൈക്ക് ഡിറ്റക്റ്റീവ്സ്. ബിക്കോസ് ക്ലൂസ് വെച്ചിട്ടാണ് അവർ ബാക്കി കാര്യം കണ്ടുപിടിക്കുന്നത്. ഓരോരുത്തൊന്നും കിട്ടിയ ഓരോരോ വസ്തുക്കളാവും, ചിലപ്പോൾ പോട്ട്സ് ആവാം, കോയിൻസ് ആവാം. അതിനെയൊക്കെ പറ്റി അവർ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആക്ച്വലി എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവരൊരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, one past or many. Okay, you have used the word past in the plural or to draw the attention that the past was different group of people. Past il endana different people, different groups of people. For example, the lives of herders, farmers are different from that of king and queen. Herders um farmers um ജീവിച്ച പോലെയാണ് പണ്ട് കാലത്ത് കിങ്ങും ക്യൂനും ജീവിച്ചത്. അതുപോലെ ക്രാഫ്റ്റ് പേഴ്സൺസും മെർച്ചൻസും ഒക്കെ ജീവിച്ചത് എല്ലാവരും ഒരേ രീതിയിലാണോ? അല്ല. അത് ഈവൻ ടുഡേ ആണെങ്കിൽ പോലും പലർക്കും ഡിഫറെൻറ്റ് പ്രാക്ടീസസും ഡിഫറെൻറ്റ് കസ്റ്റംസും ഉണ്ട് ആസ് എ പാർട്ട് ഓഫ് ദിയർ ലൈഫ്. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട്. ഫോർ എക്സാമ്പിൾ, ടുഡേ മോസ്റ്റ് പീപ്പിൾ ലിവിങ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഗെറ്റ് ദെയർ ഓൺ ഫുഡ് ബൈ ഫിഷിംഗ്, ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ആൻഡമാനിൽ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളെങ്ങനെയാണ്? സിറ്റിയിൽ ജീവിക്കുന്ന ആൾ ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെ ചെയ്തിട്ടാണോ? അല്ല. ദേ ഡിപ്പെൻഡ് ഓൺ അതർ ഫുഡ് സപ്ലൈസ്. ഇവർ ബാക്കിയുള്ള ഫുഡ് സപ്ലൈസ് അതിൽ നിന്നാണ് ഒരു ഫുഡ് കണ്ടെത്തുന്നത്. ആൻഡമാനുള്ളവർ സ്വന്തമായിട്ട് ഫിഷ് ചെയ്തും ഹണ്ട് ചെയ്തും ഒക്കെ കളക്ട് ചെയ്ത് ഫുഡ് കഴിക്കുള്ളൂ. പക്ഷേ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്ക് പോയിട്ട് ഹണ്ട് ചെയ്ത് ഫിഷിങ് ചെയ്തിട്ട് കഴിക്കാനുള്ള സമയം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും ഓൺ ദ സപ്ലൈസ് ഓഫ് ഫുഡ്. അപ്പോൾ ഡിഫറൻസ് എല്ലാ കാലത്തും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് പാസ്റ്റിലായാലും പ്രസൻറ്റ് കാലഘട്ടത്തിലായാലും ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, besides there is another kind of difference. We know a great deal about the kings and the battles they fought because they kept records of their victories. Generally, ordinary people such as hunters, fish folks, gatherers, farmers or herders did not keep records of what they did. Okay, ordinary people such as ഹണ്ടർ, ഫിഷിംഗ് പീപ്പിൾ, അതുപോലെ തന്നെ ഗ്യാദറേഴ്സ്, ഫാമേഴ്സ്, അവർക്കൊന്നും എന്ത് ചെയ്യില്ല, റെക്കോർഡ്സ് ഒന്നും ആരും കീപ്പ് ചെയ്തിട്ടില്ല. മെയിൻലി ഈ കിങ്സിൻ്റെ ജീവിതം, അവർ ജയിച്ച ബാറ്റിൽസ്, അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഹേർഡേഴ്സിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഫാമേഴ്സിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇനി വാട്ട് ഡസ് ഡേറ്റ്സ് മീൻ? ഓക്കെ, ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പം നമുക്കുണ്ട് 2021. ഓക്കെ, അപ്പോൾ സംബഡി ആസ്ക് എന്നായിരിക്കും ഈ ഡേറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ദീസ് ഇയേഴ്സ് ആർ കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് അസൈൻ ബൈ ദ ബർത്ത് ഓഫ് ജീസസ് ക്രിസ്റ്റ്, ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ക്രിസ്റ്റിൻ്റെ ബർത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആക്ച്വലി നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ 0 കൊടുക്കാം ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത് 2021. ഓക്കെ, അപ്പോൾ ഈ 0 മുതൽ ഇങ്ങോട്ടാണ് ആക്ച്വലി കൗണ്ട് ചെയ്തത്. BC, ഓൾ ദ ഡേറ്റ്സ് ബിഫോർ, ഇതിന് മുന്നേ ഉള്ള ഈ പ്രസൻറ്റ്, ഈ ബാക്കിലോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിളിക്കും? BC, ബിഫോർ ക്രിസ്റ്റ്, ക്രിസ്റ്റിന് മുന്നേ. ഓക്കെ, ഇൻ ദ ബുക്ക് വി വിൽ റെഫേഴ്സ് ഡേറ്റ് ഗോയിങ് ബാക്ക് ഫ്രം ദ പ്രസൻറ്റ് യൂസിങ് 2000 as the സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം നമ്മൾ 2000 BC മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ ഫ്രണ്ടിലോട്ടും കണ്ട് പോയിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. ഹിസ്റ്ററി എന്താണെന്നും എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനേ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് വിത്ത് ഡേറ്റ്സ് എന്താണ്? BC എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ക്രിസ്റ്റ്. ഓക്കെ, ബിഫോർ ക്രിസ്റ്റ്, അതാണ് BC എന്ന് പറഞ്ഞാൽ. ഓക്കെ, BC ബിഫോർ ക്രിസ്റ്റ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് AD എന്ന് പറഞ്ഞാൽ എന്താ? ആനോ ഡൊമിനി, ദാറ്റ് ഈസ് ദ ഇയർ ഓഫ് ലോർഡ്. സോ 2005 ഏതാണ്? AD 2005 ആണ്. അപ്പം നമ്മളിപ്പോൾ ആക്ച്വലി ഏതിലാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ ഇതൊരു സ്കെയിലാണെങ്കിൽ ഇതാണ്. ഇനി മുന്നോട്ട് പോകാനുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇതിന് 0 എന്ന് കൊടുക്കാം. ഇത് ആക്ച്വലി AD ആണ്, ആനോ ഡൊമിനിയൻ ആണ്. ഇത് BC ആണ്. ഇത് AD, ഇത് BC. C ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് AD. ADക്ക് പകരം അല്ലെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുന്നത് C മീൻസ് കോമൺ എറ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. BCE എന്നും നമ്മളിതിനെ വിളിക്കും. BCE ബിഫോർ കോമൺ എറ എന്നും വിളിക്കും. ഇതൊക്കെ ആക്ച്വലി because it is in the term of Christian era. Usually the term because of the Christian era. Most of the countries in the world are using this. ഈ ഒരു കലണ്ടർ ബേസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് എപ്പോഴും. ഓക്കെ, ക്രിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ BP എന്നും പറയും. ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് BP ബിഫോർ പ്രസൻറ്റ് എന്നും നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതിൽ പറയുന്നത് ഇത് ആക്ച്വലി ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റോണിൽ എഴുതിയ ഒരു ഇതാണ്. ഇതിൽ all inscription contain script and language. സ്ക്രിപ്റ്റ്സും ലാംഗ്വേജും ഉണ്ട്. ലാംഗ്വേജ് വിച്ച് വർ യൂസ്ഡ് ആസ് വെൽ ആസ് സ്ക്രിപ്റ്റ്സ്. ലാംഗ്വേജും സ്ക്രിപ്റ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു റീഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതാണ് ഡെസിഫർമെൻറ്റ്. ഡെസിഫർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആക്ച്വലി ആർക്കും അറിഞ്ഞൂടെ. ഇതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലെറ്റേഴ്സ് ഒന്നും ഇല്ലാണ്ട് കാണിച്ചാൽ ആർക്കും മനസ്സിലാവും എന്ത് എഴുതി വെച്ചതെന്ന് ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ, അതൊന്ന് റീഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഡെസിഫർമെൻറ്റ്. Okay, decipherment come from Egypt, the country in North Africa. Rosetta is actually a town in the north coast of Egypt. There are inscribed stone was found which contain the inscription in 3 different kind of language. ഇതൊക്കെയാണ് Greek and 2 forms of Egypt. Scholars are used to read the Greek, figured out the names of kings and queens were enclosed in the little frame called cartouche. Then they place the Greek and Egyptian signs side by side and identify the sound for each of the Egyptian letters stood. You can see the lion, L, the bird, A. Once they knew the letters, they could read the inscription well. അപ്പോൾ ഇതുപോലെ ഓരോന്നിനും വെച്ചിട്ട്, ഓരോ ലാംഗ്വേജ് വെച്ചിട്ട് മനസ്സിലാക്കിയെടുത്ത് എന്തൊക്കെയാണ് എന്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോന്നും കമ്പൈൻ ചെയ്ത് ഒരു വായിച്ചു നോക്കി. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ എക്സാമ്പിൾ, ഈ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു.